ഗൈസ് ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ 7 മണിയാണ്. ഞാനിവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കിളിയുടെയൊക്കെ ഒച്ച കേട്ട് കുറച്ച് നേരം ഞാനിങ്ങനെ ഇരുന്നിട്ടാണ് പിന്നെ അടുക്കളയ്ക്ക് കയറുന്നത്. നല്ലൊരു തണുത്ത കാറ്റ്, പക്ഷികളുടെ ഒച്ചയൊക്കെ കേട്ട് കാറും വണ്ടി പോയി ഇച്ചിരി നല്ലൊരു പീസ്ഫുള്ളാണ്. സോ ഇനി ഞാൻ അടുക്കളയ്ക്ക് കയറാൻ പോകണം. ഇന്ന് ഞാൻ ഡേ മൈ ലൈഫ് ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. സോ ഓക്കെ, കമോൺ. ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തലേദിവസം അരിച്ച് സെറ്റ് ചെയ്ത് മാവയ്ക്ക് നന്നായിട്ട് പൊങ്ങിയിരിക്കുന്നു. ഇനി പിള്ളേരൊക്കെ എണീക്കുന്ന മുമ്പ് ദോശയ്ക്ക് സെറ്റ് ചെയ്ത് വേണം, അല്ലെങ്കിൽ അവർ കാറി കൂവിക്കൊണ്ടിരിക്കും. ഇനി ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി തേങ്ങ അരച്ചെല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ദോശയും ചമ്മന്തി, ചായ. പിള്ളേരെ കളിക്കുന്നു, പിന്നെ പ്ലസ് TV കാണുന്നു. ഇപ്പം ഞാൻ മുല്ലപ്പൂ ഇങ്ങനെ കോർത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുല്ലപ്പൂയൊക്കെ. ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി നിറച്ചുണ്ടായി. അപ്പോൾ ഞാനിങ്ങനെ കോർത്ത് ഇങ്ങനെ വയ്ക്കും. ഇപ്പോൾ ഇവിടെ വൈകുന്നേരമായി. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. ഞാൻ ഉറങ്ങി ചായയൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടി കളിയും പിന്നെ പുല്ല് പറി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഗായ്സ്, ഞങ്ങൾ പുല്ല് പറിക്കുവാണ്. കണ്ടോ, പിള്ളേരെല്ലാവരും കൂടി ഇവിടെ ഡാലിയ കണ്ടോ പുല്ല് പറിക്കുന്നത് കണ്ടോ. പുല്ല് പറി പറിച്ചോ പറിച്ചോ. പറിച്ചോ. പിന്നെ ഒരു കാര്യം പറയാനാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കും, അയ്യോ അവരെ കൊണ്ട് പുല്ലേക്ക് പറപ്പിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. നിങ്ങളിപ്പം ചിന്തിക്കും ഇതെന്തിനാ ബാലവേലയാണോ? ബാലവേല ഒന്നുമല്ല. പിന്നെ നമ്മൾ വിചാരിക്കും ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ബാലവേലയാണോ എന്ന്. അങ്ങനെയൊന്നുമില്ല. ഞാൻ എൻ്റെ പിള്ളേരെ എല്ലാം ചെയ്യിപ്പിക്കും. എൻ്റെ മോനെ ആണെങ്കിലും, മൂത്ത മോനാണ്. അപ്പം മൂത്ത മോനെ ഞാൻ പാത്രം കഴിപ്പിക്കും, മിറ്റടുപ്പിക്കും. 4 വയസ്സായുള്ളൂ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. പക്ഷേ പിള്ളേരെ നമ്മൾ ഇവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചാലുള്ളൂ ഇവർ ശരിക്കും വളരത്തുള്ളൂ. പല കാര്യങ്ങൾ ചെയ്യാനൊക്കെ നോക്കത്തു. അല്ലെങ്കിൽ അമ്മമാരൊക്കെ പറയും ഇവരത് ചെയ്യുന്നില്ല, ഇവരിങ്ങനെ ചെയ്യുന്നില്ല. പക്ഷേ കുഞ്ഞിലെ മുതലേ നമ്മൾ അവരെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കണം. ക്ലീനിങ് ആണ് ശരി. ഇപ്പം പാമ്പർ ഇടിപ്പിക്കാതെ അവർ നിലത്തോട് യൂറിൻ പാസ് ചെയ്ത് കഴിയുമ്പം ഇവിടെ എല്ലാം നിലത്താവും. അപ്പം ഞാൻ അവരോട് പറയും പോയി തുണി എടുത്തുകൊണ്ട് വാ, തൂക്കാൻ പറയും. അപ്പോൾ അവരങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അവർ ടോയ്സ് വെച്ച് കളിച്ച് കഴിയുമ്പോൾ ഞാൻ പറയും തിരിച്ചെടുത്ത് വയ്ക്കണം. 3 പേരെ കൂടെ, എൻ്റെ ഇത് ഇരട്ട പിള്ളേരാണ്. ഇത് ഇവിടെ അലിങ്ങ വാ. മൂത്ത മോന് അവൻ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്യിപ്പിക്കുക. അവരുടെ ഉടുപ്പും ഞാൻ തുണി അലക്കി ഇട്ട് കഴിയുമ്പം തുണി വിരിച്ചിടാനായിട്ട് ഞാൻ അവരെ വിളിക്കും. നന്ന് തുണി വിരിച്ചിടാൻ പറയും. അവരെല്ലാവരും എടുത്തു തരും, സഹായിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ ഈ പിള്ളേരെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചാലുള്ളൂ ഇവർ ഓരോന്ന് കണ്ടും കേട്ട് വളരത്തുള്ളൂ. പിന്നെ എന്താ പറയുക, വലിയതാകുമ്പം ഇവരതുപോലെ തന്നെ ചെയ്യിപ്പിക്കുക. അവർക്ക് മറ്റവരെ കൊണ്ട് ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റായിട്ട് നമുക്ക് അവരെ വളർത്താം. കുഞ്ഞിലേ മുതലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-2.5 വയസ്സ് മുതലേ അവർക്ക് ഏകദേശം മനസ്സിലാവാൻ തുടങ്ങുള്ളൂ. അപ്പം മുതലേ നമ്മൾ ഓരോന്ന് ചെയ്യിപ്പിക്കണം. കഴിഞ്ഞിട്ട് ഇവർ 3 പേരും ഒന്നിച്ചിരുന്ന് കളിയാണ്. കണ്ടോ, ഈവനിങ്ങിൽ പറഞ്ഞായിരുന്നു പിള്ളേരെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യിപ്പിച്ചാലുള്ളൂ അവർ ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിക്കത്തുള്ളൂ. നമ്മളാണെങ്കിലും ഓരോ കാര്യം ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെയാണ് മക്കളും
മക്കളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചാലുള്ളൂ അവർ അതിൻ്റെതായ രീതി ചെയ്യത്തുള്ളൂ. പിന്നെ ഒരു കാര്യം, അവർ കുഞ്ഞുങ്ങളാണ്, അപ്പോൾ അതുപോലെ വൃത്തിയായിട്ട് ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ ഓരോന്ന് നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാലുള്ളൂ അവർ ഓരോ കാര്യങ്ങൾ പഠിക്കത്തുള്ളൂ. നന്നായിട്ട് ഇതുപോലെ ചെയ്യണം എന്ന് അവർ മനസ്സിലാക്കത്തുള്ളൂ. സോ നമ്മുടെ മക്കൾ നല്ല സ്മാർട്ടായിട്ടാവണമെങ്കിൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന, ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സോ ഡു ഇറ്റ്. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കൊരു സംശയം വരുമായിരിക്കും, ഞാനിങ്ങനെ പറയുന്നുള്ളൂ, എൻ്റെ മക്കൾ ഇതുപോലെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും. ആ ഡൗട്ട് ഞാൻ ക്ലിയർ ആക്കാൻ ഞാൻ വീഡിയോ അയക്കുന്നതായിരിക്കും. അവർ ചെയ്യുന്ന ഓരോ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. പിന്നെ അവർ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യുന്നത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കില്ല കേട്ടോ. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, അവർ ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. ഓക്കെ. പിന്നെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞു, പിള്ളേരൊക്കെ കുളിപ്പിച്ചു, ഉറങ്ങി. അവർക്ക് ചോറൊക്കെ കൊടുത്തിട്ട് അവർ ഉറങ്ങിപ്പോയി. ഇനി ഞാൻ ചോറൊക്കെ കഴിച്ച് പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങുന്നതായിരിക്കും. സോ ഗുഡ് നൈറ്റ് ഗൈസ്. സോ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ.